റസൂൽ പൂക്കുട്ടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. എനിക്കേറ്റ മുറിവുകൾ സ്വയമേ മരുന്ന് വെച്ച് ആരെയും അറിയിക്കാതെ ഞാൻ എൻ്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്നവരാണ്. നമ്മളൊരു കുടുംബത്തിൽ താമസിച്ചിരുന്നെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരെ എങ്ങനെ ശാസിക്കണം, അല്ലെങ്കിൽ അവരെ ഏതുവരെ ശാസിക്കണം, എന്താണ് അവരോട് പറയേണ്ടത്, ഓരോ ലെവൽ കഴിഞ്ഞ് പോകുമ്പോൾ ദിസ് റസൂൽ പൂക്കുട്ടി ഡെഫിനറ്റ്ലി ഇയാൾക്ക് കർമ്മ ഹിറ്റ് ചെയ്യുമെന്ന് ഞാൻ പറയും. ആരാധിച്ചിരുന്ന പല ബിംബങ്ങളും ഉടഞ്ഞ് തരിപ്പണമായിരിക്കുക. ഇതിന്റെ പേരിൽ റസൂൽ പൂക്കുട്ടി ഇന്നോട് ഇനി എന്ത് പുകിലിന് വന്നിട്ടും എനിക്ക് കാര്യം. നിങ്ങൾക്ക് എന്താണോ ഭാരതത്തിന്റെ കൾച്ചറൽ എത്തോസ് എന്താണോ എന്ന ഒരു ബേസിക് വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഈ തലങ്ങളൊന്നുമല്ല ഞങ്ങൾ പിരിയാനുള്ള കാരണം, മനസ്സിലായി? അത് മറ്റു ചില തലങ്ങളാണ്. ഒരിക്കലും ഞാനോ സജനോ അതൊന്നും നമ്മൾ പുറത്ത് പറയില്ല. ഞങ്ങളുടെ ഒരു ട്രസ്റ്റ് അതാണ്. എന്തോ ഒരു ശക്തി ഉണ്ട്. അതിനെ ഒരു പക്ഷേ നമ്മൾ അള്ളാഹ് എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരോരോ പേരിട്ട് വിളിക്കുന്നു. പക്ഷേ ഒരു ശക്തി ഉണ്ടെന്നുള്ള സംഭവം കറക്റ്റായിട്ട് കാര്യമാണ്. സൂപ്പർ ആയിട്ടുണ്ട്. മുമ്പ് എല്ലാ വർഷവും വരുന്ന ഇല്ല ഞാൻ ഒരു 2-3 ഇയേഴ്സ് ബാക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. വളരെ മോശം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ചെയർമാൻ എന്നുള്ള ഒരു പൊട്ടനെ കുറിച്ച് പറയുന്നു. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. ചില സത്യങ്ങൾ എത്ര മറച്ചു വെച്ചാലും അത് മറന്നീക്കി പുറത്തു വരും. നമ്മൾ തന്നെ ഇതിനു മുമ്പ് ഫിറോസും സജിനയും തമ്മിലുള്ള ഡിവോഴ്സിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിനെന്താണ് പ്രോപ്പർ കാരണമെന്ന് അന്ന് അവർ പറഞ്ഞതുമില്ല. പരസ്പരം മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്താണ് രണ്ടുപേരും സംസാരിച്ചത്. അതെല്ലാവരും മാതൃകയാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് നമ്മളന്ന് പറയുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ കടന്നു പോകുന്നത്. അന്ന് അതിൻ്റെ കാരണം ഒരിക്കലും ഞങ്ങൾ പുറത്ത് പറയത്തില്ല, അതൊക്കെ കുറച്ചും കൂടെ വലിയ കാര്യങ്ങളാണ്, എൻ്റെ കുട്ടിയുടെ അമ്മയാണ് എന്നൊക്കെയായിരുന്നു ഫിറോസ് ഖാൻ അന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ സജിനയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇക്കായെ ഞാൻ കുറ്റമൊന്നും പറയത്തില്ല, ഇത് മ്യൂച്വലി ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനമാണ്, ഒരുമിച്ച് പോകാൻ കഴിയാത്തത് കൊണ്ട് പല പല കാരണങ്ങൾ കൊണ്ടും എടുത്ത തീരുമാനമായിട്ടാണ് സജിനയും പറഞ്ഞത്. പിന്നീട് അത് എങ്ങനെയാണ് മാധ്യമങ്ങൾ അറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വായിൽ നിന്ന് തന്നെ പറയാതെ പുറത്തു പോകില്ലല്ലോ. അവരവരുടെ സുഹൃത്തുക്കളോടോ മറ്റും പറയാതെ ഇങ്ങനൊരു വാർത്ത ലീക്കാവത്തുമില്ല. ഇതിപ്പോൾ സജിനയും പൂക്കുട്ടിയും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അവിടെയൊക്കെ ഫിറോസ് ഖാൻ തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പല സത്യങ്ങൾ എത്ര മൂടി വെച്ചാലും ഒരു നാൾ അത് തുറക്കപ്പെടും. അതിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്ന പല വിഗ്രഹങ്ങളുടെയും മുഖം മൂടി തുറക്കപ്പെടും എന്നൊക്കെയാണ് ഫിറോസ് ഖാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിലെത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും ഫിറോസ് ഖാൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കേട്ടു നോക്കാം. പണത്തിന് മീതെ പരുന്തും പറക്കില്ല. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിക്ക് മേലെ ചില സാധനങ്ങളുണ്ട്, ചില ശക്തികൾ അല്ലെങ്കിൽ ചില കയ്യൊപ്പുകൾ ഒക്കെയുണ്ട്. തൽക്കാലം പണത്തിന് മീതെ പരുന്ത് പറക്കില്ല. കാരണം ഞാൻ പറയാം, എനിക്കേറ്റ മുറിവുകൾ സ്വയമേ മരുന്ന് വെച്ച് ആരെയും അറിയിക്കാതെ ഞാൻ എൻ്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ്. അത് പണ്ടേ ഞാൻ അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തോ ഒരു ശക്തി ഉണ്ട്. അതിനെ ഒരു പക്ഷേ നമ്മൾ അള്ളാഹ് എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരോരോ പേരിട്ട് വിളിക്കുന്നു. പക്ഷേ ഒരു ശക്തി ഉണ്ടെന്നുള്ള സംഭവം കറക്റ്റായിട്ടൊരു കാര്യമാണ്. ശത്രു ആകാശം മുട്ടെ വളർന്നു നിൽക്കാനായതുകൊണ്ട്, സൽപ്പേരിനുടമയായതുകൊണ്ടും, പൊളിറ്റിക്സ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും പിടിപാടുണ്ടായതുകൊണ്ടും പെട്ടെന്ന് താഴെ ഇറക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണത്തിന് മീതെ പരുന്തും പറക്കില്ല. പണമെറിഞ്ഞ് പല മീഡിയ പ്രവർത്തകരെയും കയ്യിൽ വാങ്ങിയിട്ടുണ്ട്. ചില വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വാങ്ങിയ ചില മലയാളി, അവരൊക്കെ ഇതിലും ഈ ഫയൽ നമ്മൾ കണ്ടതിലും വികൃതമായി പലരെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ ഫിറോസ് ഖാൻ പറയുന്നുണ്ട്, വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ വ്യക്തി, അതായത് വേൾഡിൽ തന്നെ വലിയ വലിയ അവാർഡുകൾ വാങ്ങിയിട്ടുള്ള വ്യക്തി, അതും മലയാളിയായ ഒരു വ്യക്തി. അങ്ങനെ നോക്കുവാണെങ്കിൽ അത് പൂക്കുട്ടിച്ചേട്ടൻ അല്ലാതെ വേറെ ആരുമല്ല. ഓസ്കാറൊക്കെ വാങ്ങിയിട്ടുള്ള വേറെ ആരുണ്ട്? അദ്ദേഹം പലരെയും യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഏത് രീതിയിലാണ് യൂസ് ചെയ്തതെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെയൊക്കെ യഥാർത്ഥ തനിനിറം പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ആ വിഗ്രഹം ഉടഞ്ഞു പോകും എന്ന രീതിയിലാണ് ഫിറോസ് ഖാൻ പറയുന്നത്. ഒരുപക്ഷെ അവിടെയൊക്കെ തൻ്റെ ദാമ്പത്യത്തിലുള്ള പല കാര്യങ്ങളും ഇനി തുറന്നു പറയേണ്ടി വരും. എന്തുകൊണ്ടായിരിക്കും സജിനയും ഫിറോസും തമ്മിൽ വേർപിരിഞ്ഞത്? പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും അവർ പറഞ്ഞത് എന്താണ് കാരണമെന്ന് നിങ്ങൾ അറിയാനും പോകുന്നില്ല, അത് വേറെ കാര്യങ്ങളാണ്, സജിന എൻ്റെ കുട്ടിയുടെ അമ്മയാണ് എന്നൊക്കെയാണ് പറഞ്ഞൊഴിയുന്നത്. പക്ഷേ ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് ഫിറോസ് ഖാൻ തന്നെ സൂചന നൽകിയിരിക്കുകയാണ്. ആടിനെ പട്ടിയാക്കുന്നത് നിങ്ങൾക്ക്
തുടങ്ങിക്കഴിയും. ഇനി കുറച്ച് ദിവസങ്ങൾ അത് കാണാൻ കഴിയും. അതാണ് പണത്തിൻ്റെ പവർ. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, അതിക്ക് മേലെ ഒരു ശക്തിയുണ്ട്, പണത്തിനെല്ലാം മേലെ. അത് അദൃശ്യമായൊരു ശക്തിയാണ്. ആ ശക്തി തീർച്ചയായും സാത്താനെ പന പോലെ അങ്ങ് വളർത്തിയിട്ട് ലാസ്റ്റ് ഒറ്റ ഉടുപ്പാണ് വിളിക്കുന്നത്. അതെനിക്ക് 100% ഉറപ്പായ കാര്യമാണ്. ഒരു ഹിൻഡ് കൂടി പറയാം. ആ ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാത്തിനും മരുന്നായിട്ടുള്ളൊരു ശക്തമായ എവിഡൻസ്, ഒരു വാള് ഇരിപ്പുണ്ട്. അത് ആദ്യം നോക്കട്ടെ. ഈ കളി എവിടം വരെ പോകും? പണത്തിൻ്റെ കളികൾ നമുക്ക് നോക്കാം. ആ കളി എവിടം വരെ പോകും? ഏതൊക്കെ കഥ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യും? കാശ് മേടിച്ച് പ്രവർത്തിക്കുന്ന മീഡിയക്കാർ ആരൊക്കെയാണ് എന്ന് നിങ്ങളെ കൂടെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളെ കൂടെ കാണിച്ചു തരാനും വേണ്ടി എല്ലാ മീഡിയക്കാരും അല്ല. ഇത് ഫിറോസ് ഖാൻ ഒരു സൂചന നൽകിയതുപോലാണ് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ ഇതിൻ്റെ നിഴൽ പിടിച്ചായിരിക്കും പലരും പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയതും ചിലതൊക്കെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് സായി ഇതിൻ്റെ അടിയിൽ പോയി ഒരു കമൻ്റ് ഇട്ടിരുന്നു. ഒരുപക്ഷെ ആ കമൻ്റ് എന്താണെന്ന് ആദ്യം ആർക്കും മനസ്സിലായി കാണത്തില്ലായിരിക്കും. ഐ നൈം ഇറ്റ് ആസ് കുട്ടി ഫയൽസ് എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുട്ടി എന്ന് പറഞ്ഞ ആൾ ആരായിരിക്കുമെന്ന് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഉദ്ദേശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സായിക്ക് ഇക്കാര്യങ്ങളെല്ലാം അറിയാം. സായി പല കാര്യങ്ങളും തുറന്നു പറഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ അവരൊക്കെ സൗഹൃദത്തിലായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും സായിയുടെ വായിൽ നിന്നും പുറത്തു വരണ്ട എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം സായി പലതും മറച്ചു വെച്ചത്. എന്നാൽ ഈ റസൂൽ പൂക്കുട്ടിയെക്കുറിച്ച് കുറ്റം പറഞ്ഞ് IFFKയുടെ പരിപാടി നടക്കുന്ന അന്ന് റസൂൽ പൂക്കുട്ടിക്കെതിരെ ഫിറോസ് ഖാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശരിയല്ല, അതിൻ്റെ ചെയർമാനെ അവിടെ കണ്ടില്ല, പരിപാടി വളരെ മോശമായിരുന്നു എന്ന തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ഫിറോസ് ഖാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കുറച്ച് രൂക്ഷമായിട്ട് തന്നെയാണ് ഫിറോസ് ഖാൻ പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം അന്ന് അങ്ങനെ ഫിറോസ് ഖാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വിചാരിച്ചത് അതിൻ്റെ പരിപാടി അത്ര നന്നല്ല എന്ന് തന്നെയായിരുന്നു വാർത്തകളിലും വന്നിരുന്നത്. അതിനെ രൂക്ഷമായിട്ട് പലരും വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. റസൂൽ പൂക്കുട്ടി ഈ സ്ഥാനത്തിന് ചേർന്ന വ്യക്തിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പലരും അന്ന് വിമർശിച്ചത്. അതുപോലൊരു വിമർശനമായിരുന്നു ഫിറോസ് ഖാൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിലും അപ്പുറമായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉദ്ദേശിക്കാം. അതൊരു പേഴ്സണലായിട്ടുള്ള ഒരു അറ്റാക്ക് പോലെ നമുക്ക് തോന്നിയിരുന്നു. അന്ന് ഫിറോസ് ഖാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒന്നാം തരം ചങ്കുറപ്പുള്ള ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ സത്യങ്ങൾ മാത്രം വിളിച്ച് പറയുന്ന, ആരെയും പേടിക്കാത്ത, ക്യാഷ് കൊണ്ട് വിലക്കെടുക്കാൻ പറ്റാത്ത മീഡിയ പ്രവർത്തകരുണ്ട്. പക്ഷേ എത്ര തന്നെയെന്നറിയാത്ത ഒരുപാട് യൂട്യൂബുകാരുണ്ട്. അവർ സത്യത്തെ വളച്ചൊടിക്കാൻ നോക്കും. അവർക്കറിയാം സത്യം, പക്ഷേ വളച്ചൊടിച്ച് കൊണ്ടുപോട്ടെ. പക്ഷേ ഒരൊറ്റ ആയുധം കൊണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും. അത് നമുക്ക് ഈ കളിയൊക്കെ ഒന്ന് കാണാം. വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ചെയർമാൻ എന്നുള്ള ഒരു പൊട്ടനെ പറ്റി മനസ്സിലായി. അദ്ദേഹം ഇന്ന് വരെ ഇവിടെ വന്നില്ല. അതായത് ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്കം മുതൽ ഒരു വലിയ ഞാനൊക്കെ ഇതിപ്പോൾ 30ാമത്തെ കണക്കിൽ ഞാൻ 25 പ്രാവശ്യം മുതൽ 25 വർഷം മുതൽ ഇവിടെ വന്നിട്ടുള്ള ആളാണ്. നമ്മളത് അത്രയും വലിയ കാര്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്, റെപ്യൂട്ടഡായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ചെയർമാൻ എന്ന് പറഞ്ഞ ഒരു പൊട്ടന് ഏതോ ഒരു ലക്കിനങ്ങാണ്ട് ഒരു ഓസ്കാർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പൊട്ടക്കണൻ ലോട്ടറി അടിക്കുന്നത് അവനെ പിടിച്ച് ചെയർമാനാക്കി ഇരിക്കും. ഇവിടെ എന്നാ വന്നത്? വെറുതെ വേറെ വർക്കുകളുള്ളവർ അതിന് വിടുക. ഒരുപാട് കഴിവുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്, അവരെ പിടിച്ച് മെയിൻ സ്ഥാനങ്ങളിൽ ഇരുത്തുക. ഇല്ല അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്ത് ഇവിടെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് അയാൾക്ക് വേറെ വർക്കുണ്ടായിരുന്നു. ആ പൊട്ടനെ കാണാനും കൂടെ വന്നത് കണ്ടായിരുന്നു. ഞാൻ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. സീനക്കേനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥ. ഇനി പിക്ചർ भी ബാക്കി है भाई. അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഫിറോസ് ഖാൻ പോയി പൂക്കുട്ടിച്ചേട്ടനുമായിട്ട് സംസാരിക്കുന്നത്. ഇനി അവിടെ വെച്ച് വേറെ വല്ലതും നടന്നൊന്നും അറിയത്തില്ല. എന്തായാലും അത് അഭിനന്ദിക്കാനൊന്നും പോയതല്ല, നമുക്ക് വ്യക്തമാണ്. പല കാര്യങ്ങളും പറയാനായിരിക്കും പോയത്. ഇനി എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വരും നാളുകളിൽ നമുക്ക് കാണാനും കഴിയും. ഒരുപക്ഷെ പലരും അവിടെ പറയുന്നത് ഈ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനായിരിക്കും പോയത് എന്ന രീതിയിലൊക്കെ പറയാം. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫിറോസ് ഖാൻ അതിനെ കുറ്റം പറയുകയും സജന ഫിറോസ് ആ പരിപാടി കണ്ട് നല്ലതായിരുന്നു എന്നുള്ള അഭിപ്രായം പറയുകയും ചെയ്തു. അതും കൂടെ ഒന്ന് കേട്ട് നോക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവും. IFFK സൂപ്പർ ആയിട്ടുണ്ട്. മുമ്പ് എല്ലാ വർഷവും വരുന്ന ഇല്ല ഞാൻ ഒരു 2-3 ഇയേഴ്സ് ബാക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. സിനിമ ഏതെങ്കിലും കണ്ടായിരുന്നു? ഇല്ല, ഒന്നും കണ്ടിട്ടില്ല. ഞാൻ വന്നതേ ഉള്ളൂ. ഇനി ഏതൊക്കെയാണ് കാണാൻ സെലക്ട് ചെയ്ത് ഒരു പ്ലാനിങ്ങും ഇല്ല. ഇനി എല്ലാം നോക്കി നല്ല മൂവീസിന്റെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് കാണാം. ഓക്കെ. ഈ ഇപ്പൊ നാളെ കാതൽ പോലുള്ള സിനിമകളൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സിനിമകളുടെ ഭാഗമാകാൻ അല്ലെങ്കിൽ
എങ്ങനെയാണ് ഇനി സിനിമ ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു വരവ് കൂടി? മനസ്സിലായില്ല എനിക്കൊന്നും. സിനിമ ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? മൂവി മൂവി നല്ല മൂവീസൊക്കെ വരുന്നത് എടുക്കുന്നുണ്ട്. തമിഴ് മൂവീസൊക്കെയാണ് കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്റ്റോറീസ് നോക്കി നല്ല പ്രൊഡ്യൂസർ ഡയറക്ടേഴ്സ് എല്ലാം നല്ല ബാനറിൽ നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പല സ്റ്റോറികളും ഇട്ടത് സജന ഫിറോസ് ആണെന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും പുറത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ഫിറോസും സജിനയൊക്കെ തന്നെയാണ് പല ക്ലൂകളും മീഡിയക്ക് ഇട്ട് കൊടുത്തത്. അതിൽ പോയി സായി കമൻ്റ് ഇട്ടത് മുതലാണ് സായിക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം എന്നുള്ള കാര്യം പുറത്തു വന്നത്. അവിടെ അന്ന് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഷിയാസ് കരീം. ഷിയാസ് കരീമുമായിട്ടുള്ള ബന്ധം മൂലമാണ് ഇവരുടെ കുടുംബം തകരാനിടയായത് എന്ന രീതിയിലൊക്കെ കുറേ വാർത്തകൾ വന്നിരുന്നു. അതൊക്കെ കള്ളത്തരമായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. എന്തായാലും സായിക്ക് അവരെക്കുറിച്ച് പറയാനുള്ളത് അത്ര നല്ല കാര്യങ്ങളല്ല. അതായത് പൂക്കുട്ടിയെക്കുറിച്ചും സജിനെക്കുറിച്ചും ഒക്കെ പറയാനുള്ളത് അത്ര നല്ല കാര്യങ്ങളല്ല. ഒരുപക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചല്ല പറയുന്നത്, സായിയുടെ തന്നെ നാട്ടിലെ ഒരാളെ പറ്റിച്ചു എന്ന തരത്തിൽ, അയാളെ കള്ളക്കേസിൽ കുടുക്കി എന്ന തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് സായി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അവിടെയൊക്കെ പൂക്കുട്ടിച്ചേട്ടൻ്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നോ എന്ന് വരെ തോന്നിപ്പോകുന്നുണ്ട്. ഇനി ഇതൊക്കെ എത്രമാത്രം സത്യമാണെന്ന് അറിയണമെങ്കിൽ അതിനൊക്കെ തെളിവുകൾ വേണം. പക്ഷെ സായി പറഞ്ഞ കാര്യങ്ങൾ മലപ്പുറത്തൊരു വ്യക്തിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സംഭവമാണ്. റസൂൽ പൂക്കുട്ടി ഡെഫിനറ്റ്ലി ഇയാൾക്ക് കർമ്മ ഹിറ്റ് ചെയ്യുമെന്ന് ഞാൻ പറയും. ഓക്കെ, ഇനി ഇതിൻ്റെ പേരിൽ റസൂൽ പൂക്കുട്ടി ഇങ്ങോട്ട് ഇനി എന്ത് പുകിലിന് വന്നിട്ടും എനിക്ക് കാര്യമില്ല. കാരണം അങ്ങനെ പുകിലിന് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിലും വലിയ വമ്പന്മാരുടെ അടുത്ത് പുകിലിന് പോയ ഒരാളാണ്. ഓക്കെ, കാരണം ഇയാൾക്ക് കർമ്മ കിട്ടും. അത് ഈ സജിനേൻ്റെ കാര്യത്തിലോ ഫിറോസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിലും എൻ്റെ നാട്ടിലൊരു കാറ് കച്ചവടക്കാരുണ്ട്. ഒരു BMW ഈ സജിനയ്ക്ക് കൊടുത്തൊരു പാവപ്പെട്ടവൻ. ആ പാവപ്പെട്ടവനെ 1.5 ലക്ഷം രൂപ കൊടുക്കാതെ ആ പാവപ്പെട്ടവനെ 8-10 ദിവസം പോലീസ് പിടിച്ച് അകത്ത് കിടത്തി അവൻ്റെ ജീവിതം ഇല്ലാതാക്കി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ അവനൊരു സ്വർണം കട്ട കള്ളനാക്കി. അവനൊരുപാട് കളിപ്പിച്ച് ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അതിലിടപെട്ടത് ഈ പൂക്കുട്ടിയാണ്, മോളിന്ന് വിളിച്ച് പറയിപ്പിച്ചിട്ട്. മനസ്സിലായോ? അതിൻ്റെ കുറേ നാറിയ കഥകൾ ഇന്ന് എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടി. അപ്പോൾ പൂക്കുട്ടി ചേട്ടൻ്റെ പല കഥകളും സായിക്കറിയാം എന്ന തരത്തിലാണ് സായി പറയുന്നത്. ഇനി ഇതെല്ലാം കൂടെ പുറത്തു വിടുമ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് സജന ഫിറോസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ കാറിൻ്റെ കാര്യങ്ങൾ, ഇനി പൂക്കുട്ടി ചേട്ടൻ എന്തിനാണ് ഇടപെട്ടത്, അതിലെന്തൊക്കെ കാര്യങ്ങൾ നടന്നു, അതിലാരെയൊക്കെ പറ്റിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സായിക്ക് അറിയാം. സായി ചിലപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയാൻ ചാൻസ് ഉണ്ട്. അവിടെ പറ്റിക്കപ്പെട്ട വ്യക്തിക്കും എന്തൊക്കെയാണ് പറയാനുള്ളതെന്നും കൂടെ നമ്മളിനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സൈഡിൽ ഫിറോസ് ഖാൻ തുടങ്ങിയിട്ടുണ്ട്, അതിനുശേഷം സായിക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും താമസിക്കാതെ തന്നെ പല കാര്യങ്ങളും പുറത്താവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെഫിനറ്റ്ലി അതിൻ്റെ കർമ്മ തീർക്കാതെ പൂക്കുട്ടിക്ക് പോകാൻ പറ്റില്ല മുന്നിട്ട്. സജിനയ്ക്കോ അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ എന്താണെന്നുണ്ടെങ്കിലും ഞാൻ പറയും. എനിക്ക് ഇവരുടെ പേഴ്സണൽ ലൈഫ് പറയണമെന്നില്ല. ഓക്കെ, അത് അവർ എന്താ വെച്ചെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ. ബട്ട് ഈ കാര്യം ഇത് ഇന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിൻ്റെ നാട്ടിലുള്ള മനുഷ്യൻ, നമ്മളൊക്കെ അറിയുന്ന ആള്, നമ്മൾ കണ്ടിട്ടുള്ള മുഖങ്ങൾ, അങ്ങനത്തെ ഒരാളെ ഇപ്പൊ നമ്മളെ മലപ്പുറത്ത് വന്ന് നമ്മളെ മലപ്പുറത്ത് പാവം കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരാളെ ഏതെങ്കിലും രീതിയിൽ ട്രാപ്പിലാക്കി പറ്റിച്ച് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ അതൊന്നൊരു മുതലെടുപ്പ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം എനിക്ക് എൻ്റെ നാട്ടുകാരൻ വലുതാണ്. മനസ്സിലായില്ലേ? ആ ഫാമിലി വലുതാണ്, ആ മനുഷ്യൻ വലുതാണ്. അയാൾ ഇന്നിൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ആ കാര്യം ഞാൻ പുറത്തു കൊണ്ടുവരും. ഓക്കെ, അപ്പം ആ കർമ്മ റസൂൽ പൂക്കുട്ടി എഴുതി വെച്ചോ, അത് ഡെലിവർ ആവും. ഫൈൻ. അതിനിപ്പോൾ എത്ര മുതിർന്ന എന്താ പറയുക സ്ഥാനത്തിരിക്കുന്ന എത്ര പിടിപാടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും വിഷയമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ അയാളെ മാന്യമായ രീതിയിൽ സെറ്റിലാക്കുക. മാന്യമായ രീതിയിൽ ആ കേസ് എന്ത് ചെയ്യുക, മാന്യമായ രീതിക്ക് ആവണേ, ഉടായ്പല്ല, മാന്യമായ രീതി. മനസ്സിലായോ? ഇവിടെയൊക്കെ പലരും പറയുന്ന കഥയാണ് ഫിറോസ് ഖാനെ പറ്റിച്ചു, ഫിറോസ് ഖാനെ ഈ തരത്തിലാക്കിയത് റസൂൽ പൂക്കുട്ടിയാണ്, ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായതിനു ശേഷമായിരിക്കാം അവരുടെ ദാമ്പത്യ ജീവിതം തകർന്നത് എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആരുടെ കൂടെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ സജിനെയാണ് തീരുമാനിക്കേണ്ടത്. അതിൽ സജിനെയും പൂക്കുട്ടിയൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇനി അതിലപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല. അതിലെന്തെങ്കിലും വേറെ രീതിയിലുള്ള വഞ്ചന നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഫിറോസ് ഖാൻ തന്നെ പറയാത്ത സ്ഥിതിക്ക് അതിലാരും സജിനെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല.
എന്നാൽ അതുപോലെയല്ല ഈ മലപ്പുറത്തുള്ള ഈ വ്യക്തിക്ക് സംഭവിച്ചതെന്നാണ് സായി തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. അവിടെ ഒരു ഫിനാൻഷ്യൽ തട്ടിപ്പ് നടത്തി എന്ന രീതിയിലൊക്കെയാണ് സായി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി, അദ്ദേഹത്തിന് നഷ്ടമുണ്ടാക്കി, അതിനെ ഒരു മാന്യമായ രീതിയിൽ സെറ്റിൽ ചെയ്യണ്ടേ എന്ന തരത്തിലാണ് സായി കൃഷ്ണ പറഞ്ഞു വയ്ക്കുന്നത്. എൻ്റെ നാട്ടിലുള്ള ആ മനുഷ്യൻ ഇന്ന് എൻ്റെ മുന്നിൽ വന്ന് ഇരുന്ന് കരഞ്ഞത് അത് വേറെ സ്കീമാണ്. ഓക്കെ, അതിന് സജിനയാണെങ്കിലും റസൂൽ പൂക്കുട്ടിയാണെങ്കിലും നാളെ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഫൈൻ. കാരണം ഒരാളെ കയ്യിൽ നിന്ന് നിങ്ങളൊരു കാറ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെറ്റിൽമെൻറ്റ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് നടത്തണം. ഇല്ല ആ കാറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി അതിൻ്റെ പ്രൊസീജിയേഴ്സായിട്ട് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ അയാൾ കാറും കൊണ്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ ആ കാറ് കൊണ്ടുവന്നതിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അയാളെതിരൊരു കേസും കൊടുത്ത് അയാളെ പിടിച്ച് അകത്തു പിടിപ്പിച്ച് അയാളെ നാറ്റിച്ച് അതാണോ ചെയ്യേണ്ടത്? സോ ദാറ്റ് കർമ്മ ഒരാളുടെ ലൈഫ് അവിടെ പോയ, ഒരാളുടെ ജീവിതമാണ് പോയത്. സോ ദാറ്റ് കർമ്മ വിൽ കം. അത് അടിക്കാൻ തുടങ്ങി, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അങ്ങനത്തെ എത്ര കർമ്മകളുണ്ട് എന്നുള്ളതും കൂടി അറിയണമല്ലോ നമുക്ക്. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പറയാൻ പറ്റില്ല. എന്തു തന്നെയായാലും സജിനയും ഫിറോസും പിരിയാൻ തീരുമാനിച്ച അന്ന് രണ്ടുപേരെയും കുറ്റപ്പെടുത്താതെയാണ് വേർപിരിഞ്ഞത്. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായതായിട്ടും നമുക്കറിയത്തില്ല. പല പരിപാടിയിലും അവർ ഒരുമിച്ചാണ് വരാറുള്ളത്. ഇൻ കേസ് നാദിരയുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നപ്പോഴും അവരൊരുമിച്ചുണ്ടായിരുന്നു. മ്യൂച്വലിയും രണ്ടുപേരെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതെൻ്റെ കുട്ടിയുടെ അമ്മയാണ്, അവളെ ഞാൻ സമൂഹത്തിൽ മോശമാക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇതുവരെ നമ്മൾ കണ്ടത്. ഇനി ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരുന്നത് അങ്ങനെ ആയിരിക്കില്ല. പലർക്കും അവരുടെ ഡാർക്ക് സൈഡിലുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. അത് പലരെയും നോവിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് ആ അവരുടെ കുട്ടികളെയും അത് ബാധിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതുവരെയും അതൊക്കെ മറച്ചു വെച്ചത് അവരെ കുട്ടികളെ ഓർത്തായിരിക്കാം. ഇനി ഇതിൻ്റെയൊക്കെ യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയില്ല. ആരും തന്നെ ഓപ്പണായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും പല കാര്യങ്ങളും മീഡിയയ്ക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് വീഴാതെ ആയിരിക്കില്ല. ഒരുപക്ഷെ അവിടെ സജിനെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണാം, ഫിറോസ് ഖാൻ്റെ കൂടെ എങ്ങനെ താമസിക്കുമെന്നുള്ള കമൻറ്റുകളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിറോസ് ഖാനെ സപ്പോർട്ട് ചെയ്തും പലരും രംഗത്ത് വരുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന കുടുംബം ഇങ്ങനെ ആയത് ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടായിരിക്കാം എന്ന തരത്തിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതൊരാൾ പൂക്കുട്ടിക്കും ലൈഫുണ്ട്, അവിടെയും ഫാമിലി ഉണ്ട്. അത് അവിടെ എങ്ങനെ ബാധിക്കുമെന്നും അറിയത്തില്ല. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരുമ്പോൾ പലരെയും കുടുംബത്തെ ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീഡിയയുടെ മുന്നിലോട്ട് ഇടുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തെ മാത്രമായിരിക്കും ബാധിക്കുമെന്നുള്ള കാര്യം ഓർത്ത് വേണം പലതും വെളിപ്പെടുത്താൻ. അല്ലാത്ത പക്ഷം മറ്റുള്ളവർക്കെല്ലാം ഒരു കോണ്ടൻ്റ് ആയിരിക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഫാമിലിയുമായിരിക്കും. എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.